മറയിടൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിനും ഒരു മറയൊക്കെ വേണ്ടേ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സേഫാ. എല്ലാം സേഫായി ചെയ്യുന്നത് എനിക്കും ഇഷ്ടം. സാറ് കെട്ടിയതല്ലേ? ഒന്നിലും അങ്ങോട്ട് തൃപ്തനല്ല, ഒന്നിലും അല്ലേ? സാറിന് ഏത് ടൈപ്പാണ് വേണ്ടേ? തമിഴ് വേണോ, ഹിന്ദി വേണോ, കറുത്തത് വേണോ, വെളുത്തത് വേണോ? എല്ലാം റെഡിയാ മോളി. സാറിന് പുറത്തുകൊണ്ടുപോകണോ? ഉണ്ടു, ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. സാറിന് ഇഷ്ടം പോലെ. അല്ല, ആ ഫോട്ടോ കണ്ട കുട്ടിയില്ലേ? അതൊക്കെ ചീള് കേസല്ലേന്നേ സാറേ. അതിലും നല്ല കിടിലം പീസ് നമ്മുടെ വേറെ ഉണ്ട്. പിന്നെ ക്യാഷിന്റെ കാര്യം എങ്ങനെ സാറേ? ഗൂഗിൾ പേ ആണോ അതോ ക്യാഷ് ആയിട്ടാണോ? സാർ പൊന്നാര മോനെ, അതാരെന്നറിയോടാ? എന്റെ ഭാര്യയോടാ അവള്. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഫോട്ടോ? പിന്നെ ആരണോ? അത് ഞങ്ങൾ വിലക്ക് മേടിച്ചത് പേജാ സാറ്. അയ്യോ സാറേ, ഞങ്ങൾക്ക് ആ പേജ് കിട്ടുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫോട്ടോ. ഈ പേജ് കിട്ടിയ പക്ഷേ കസ്റ്റമറെ ഒപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ വെറും ഡീലേഴ്സ് മാത്രമാണ് സാറേ. ബാക്കിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് മോളി വേറെ ആളുകളുണ്ട് സാറേ. അവരൊക്കെ ലക്ഷങ്ങൾ കൊടുത്താ ഈ പേജ് മേടിക്കുന്നത്. സത്യമായിട്ട് ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. ഇതിന്റെ പുറകിൽ ആരടാ? ആരെന്ന് പറയടാ? ഇതുവരെ ഉറങ്ങിയില്ലേ? ഭക്ഷണം കഴിച്ചോ? ഇല്ല. മരുന്ന് കഴിച്ചോ? ഇല്ല. ഗൗരി, എന്താ പറ്റിയേ? അത് തന്നെ എനിക്ക് വിനോദേട്ടനും ചോദിക്കാനുള്ളേ. വിനോദേട്ടൻ എന്താ പറ്റിയേ? എന്റെ അടുത്തൊരു വാക്ക് മിണ്ടാറുണ്ടോ? പഴയതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ? കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കും. വിനോദേട്ടൻ എന്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും പറ. ഗൗരി, നീ എന്തൊക്കെയായി പറയണേ? എനിക്ക് നിന്നോട് എന്ത് ദേഷ്യ? ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. നീ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഈ ഫോട്ടോ ആണോ നിങ്ങളുടെ പ്രശ്നം? പറ. എന്തോ ഒരു സിഗരറ്റ് എടുത്തേ. മനോജേട്ടനും ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ചേച്ചിയുടെ ബിറ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏത് ചേച്ചിയുടെ? അക്ഷയയിലെ ചേച്ചിയുടെ, ഗൗരി ചേച്ചിയുടെ. എന്ത്? അപ്പം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? ഇതാ. ഇതെവിടുന്ന? ആരിട്ടതാ? അതൊന്നും അറിയത്തില്ല. ഇതൊരു പേജിൽ വന്നതാ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ലിങ്ക് ഇട്ട് തരാം. ജയോ, നീ വന്നേ. എന്താ സാറേ? നോക്കിയേ.
ചേച്ചി ഞാൻ ഈ സമയത്ത് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്താ ചേച്ചി? ഞാനൊരു ഫോട്ടോ കണ്ടു. ഫോട്ടോ? വേഷം മാറി നടക്കുന്നു, ആരൊക്കെ തല്ലാൻ നടക്കുന്നു. സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവില്ല ഇത് ഫേക്ക് ആണെന്ന്. എനിക്കൊരു പ്രശ്നമില്ല, പിന്നെ നിങ്ങൾ ആർക്കാ പ്രശ്നം? ഗൗരി, നീ ഇരിക്ക്. സ്ട്രെയിൻ ചെയ്യല്ലേ? നീ ഇരിക്ക്. ഗൗരി, നീ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യല്ലേ പ്ലീസ്. എന്താ വിനോദേട്ടാ, നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വലുത്. സത്യം ചെയ്, ഇനി ഇതിന്റെ പിന്നാലെ ഒന്നും പോകത്തില്ല. അത് സത്യം ചെയ്. എന്നെ കൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കല്ലേ ഗൗരി. എന്നാ ഉറപ്പ് പറ. ഉറപ്പ്, ഞാനിനി അതിന്റെ പുറകെ പോവില്ല. ഷോപ്പിൽ പോണില്ലേ ഇന്ന്? ഇല്ല. എന്തേ? ഇന്ന് മുതലാളി പറഞ്ഞോളൂ. എന്തേ, നിനക്ക് വല്ല വയ്യാഴികേടുണ്ടോ ചെറുക്ക? ആ ഉണ്ട്. മമ്മി ഒരു ചായ എടുത്തേ. ആ വയ്യെങ്കിൽ ചുക്ക് കാപ്പി എടുക്കാം. വേണ്ട മമ്മി, ചായ എടുത്താൽ മതി. പാലൊഴിക്കണ്ട, കട്ട മതി. ആ അല്ലെങ്കിൽ നായක നല്ലത് പറഞ്ഞാൽ കേൾക്കില്ല. അവനെ പിടിച്ചോ. എന്താടാ ഓടണ? എന്താ സാറേ എന്റെ മോൻ ചെയ്തത്? എന്താ സാറേ? അവരിപ്പോ അവനെയും കൊണ്ടുവരും. അപ്പൊ അമ്മ എന്നെ ചോദിക്കേ എന്താ ചെയ്തതെന്ന്. എന്റെ മോൻ എന്താ സാറേ ചെയ്തത്? നാട്ടിലുള്ള പെൺപിള്ളേരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ കേസാവും, പോലീസ് വരും, നല്ല നാലെണ്ണം കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? മമ്മി, പപ്പയെ വിളിക്കും മമ്മി, വേഗം വിളിക്കും മമ്മി. സാറേ എന്റെ മോനൊന്നും ചെയ്യില്ല സാറേ, പാവമാണ് സാറേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എന്താണ് മമ്മി നോക്കി നിൽക്കാതെ പപ്പയെ വിളിക്കും മമ്മി. എന്താണ് സാറേ? മമ്മി, പപ്പയെ വിളിക്കും മമ്മി. സാറേ ഞാനൊന്ന് പറഞ്ഞു. എന്താണ് സാറേ? അയ്യോ സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. മമ്മി ഒന്ന് വിളിച്ചു പറ മമ്മി. എടാ ചേറിയില്ല, അന്നോനെ കൊണ്ടോണ കണ്ടാടാ. നീയൊക്കെ കൂടി എന്ത് കുരുത്തക്കേടാണ് ഉണ്ടാക്കി വെച്ചേക്കണത്? പതുക്കെ പറഞ്ഞല്ലേ, അവര് കേട്ടാ എന്നെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകും ഓരോ പണിയുണ്ടാക്കാനായിട്ട്. അയ്യോ, പറ്റുന്നിരിക്കാൻ. ഒരു വടി കൂടെ നമുക്ക് മാറ്റി പിടിക്കാം. എന്താടോ കാര്യങ്ങള്? എന്തായാലും ശരിയാ, ഞാൻ വിളിക്കാം. എന്താ സാർ? എടോ, ക്യാരക്ടർ ചെയ്യാനുള്ള പെൺകുട്ടി വല്ലതും റെഡിയായോ? നമ്മൾ ഓഡിഷൻ ചെയ്ത് ഫിക്സ് ചെയ്താണല്ലോ. സാറെ കാണിച്ചില്ലേ ഇവര്? എവിടെ? ഇതാണ് നമ്മുടെ 3 ഓപ്ഷൻസിലൊന്ന്. ഫൈനൽ ചെയ്തേക്കുന്നത് ഇതൊരാള്, സുഷമ, സുഷ്മിത. രണ്ടും ഒന്ന് എന്നടോ. ഇതെങ്ങനെയുണ്ട്? സ്മിത. ഇതോ? എടോ, ഇതൊക്കെ തന്നെ അല്ലടോ കഴിഞ്ഞ പടത്തിൽ താൻ കൊണ്ടുവന്ന്. വേറെ നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഹീറോ സാറ് കഴിഞ്ഞ ഇവിടെ തന്നെ ഇട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സാറിന് ആക്ട് ചെയ്യണം, ഡാൻസ് ചെയ്യണം, നല്ല സുന്ദരിയായിരിക്കണം. ഇതൊക്കെ അന്വേഷിച്ച് ഓഡിഷൻ ചെയ്യുമ്പോൾ പെൺപിള്ളേർക്ക് മലയാളം വേണ്ട, തമിഴോ തെലുങ്കോ ഒക്കെ മതി. എടോ, തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ സിനിമയിലോട്ട് കുത്തിക്കേട്ടരുത് കേട്ടല്ലോ. ഫ്രഷ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ.
ആ നിങ്ങൾ നോക്ക്. ഹായ് ബ്രോ. എന്തു പറ്റി? ആ പുറകെ നിൽക്കുന്നൊരു ശരി. ആ പെണ്ണ് കേസ് എന്തായി? പറഞ്ഞിട്ടുണ്ട് ബ്രോ വരും. 10 ദിവസം കഴിഞ്ഞ് ഞാനങ്ങ് പോകും. ഇങ്ങോട്ട് പിന്നെ ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യും. പപ്പനാണെങ്കിൽ വിളിച്ചോണ്ടേ ഇരിക്കുക. പപ്പ സ്ക്രിപ്റ്റ്. ആ പപ്പനല്ല ഈ പപ്പൻ. ഈ പപ്പനും അല്ല ആ പപ്പൻ. അല്ല സാറേ 10 ദിവസം കൊണ്ട് ഈ പാട്ട് തീരുവോ? താൻ പറഞ്ഞ പെങ്കൊച്ച. ഇതോ ഇതിന് അതല്ലോ അതിന് പുറകിൽ നിൽക്കുന്നത്. ഹായ്. ഹായ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സാറിന് ഓക്കെ ആണോ? എനിക്കൊക്കെ ഡാൻസ് ഒക്കെ കളിക്കും. സാറേ ഇപ്പോ സാറിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, കളിപ്പിച്ചെടുക്കാം നമുക്ക്. ട്രെയിനിങ് കൊടുക്കാം. ഫിക്സ് ചെയ്യും. അവൻ ഡാൻസ് ഓക്കെ ആക്കും, ആക്ടിങ് ഓക്കെ ആക്കുമല്ലോ. ഓക്കെ ആക്കുമല്ലോ. നോക്കാലോ.